നമസ്കാരം. ഒരു 1.5 വർഷത്തിന് മുമ്പ് ഒരു ഈക്കോ വണ്ടി, ഈ രീതിയിൽ വന്ന ഒരു ഈക്കോ വണ്ടി, ഇതാണ് എൻ്റെ ഫ്രണ്ടിലെ അവസ്ഥ. ആ ഈക്കോ വണ്ടി 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഈ രീതിയിലാക്കി കൊടുത്തു. പക്ഷേ അതിന് പകരമായിട്ട് അതിൻ്റെ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വോയിസ് മെസ്സേജ് എല്ലാവർക്കും അയച്ചു കൊടുക്കുമെന്ന് ഉള്ളൊരു ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എനിക്ക് അയച്ചെന്ന ഒരു വോയിസ് മെസ്സേജ് പലരും കേട്ടിട്ടുണ്ടാവും. എന്നാലും കേൾക്കാത്തവർക്കായിട്ട് ഞാൻ ഒന്നുകൂടി പ്ലേ ചെയ്യുന്നതാണ്. നമസ്കാരം, എൻ്റെ പേര് രാജേഷ് എന്നാണേ. ഞാൻ നെയ്യാറ്റിക്കര സ്വദേശിയാണ്. ഞാൻ മാരുതിയുടെ ഒരു കസ്റ്റമറാണ്. വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞാൻ മാരുതിയുടെ ഒരു ഈക്കോ വാഹനം സ്വന്തമാക്കിയത്. ആ വാഹനം ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 18-19 മാസമായി, ട്രിവാൻഡ്രം ജില്ലയിലെ പാപ്പനംകോട് എന്നുള്ള സ്ഥലത്ത് വെച്ച് ഒരു ചെറിയ ആക്സിഡന്റ് സംഭവിച്ചു. ആ ആക്സിഡന്റിൽ വണ്ടിയുടെ ഫ്രണ്ട് ഒന്ന് ചെറുതായിട്ട് പോവുകയും ഡോറിനൊക്കെ ചെറിയ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. കേട്ടല്ലോ, ഫ്രണ്ട് ചെറിയൊരു ആക്സിഡൻറ്റ്, അതായത് ഡോറിൽ ചെറിയൊരു തട്ടും ഫ്രണ്ടിൽ ചെറിയൊരു തട്ടും. ഈ ചെറിയ ആക്സിഡൻറ്റിൽ പെട്ടുപോയ സാധനങ്ങൾ, ഒന്ന് എയർ ബാഗ് പൊട്ടിപ്പോയി, ഇടത് സൈഡിൽ ഇരുന്ന കോ ഡ്രൈവറിൻ്റെ കാല് പൊട്ടിപ്പോയി. അത് ഇടിച്ച് ബാക്കിലോട്ട് വന്ന ഒരു ചെറിയൊരു അപകടം എന്നാണ് പുള്ളി പറയുന്നത്. സാധാരണ രീതിയിൽ ഞാനിപ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചെറിയ അപകടമാണോ വലിയ അപകടമാണോ. അപ്പോൾ ഞാൻ ആ വാഹനം അന്ന് തന്നെ ബഹുമാനപ്പെട്ട കേരള പോലീസിന്റെ പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ട് അതിന്റെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ആ വാഹനം വർക്ക്ഷോപ്പിലേക്ക് മാറ്റുന്നതിലേക്ക്, നേമം സ്റ്റേഷനടുത്തുള്ള മാരുതിയുടെ ഇൻഡസ് മോട്ടോഴ്സ് സർവീസ് സെന്ററിലേക്ക് ഉള്ള ഒരു ഗൂഗിൾ സെർച്ച് ചെയ്ത് നമ്പർ എടുത്തിട്ട് അവിടെ നിന്ന് ഒരു എക്സിക്യൂട്ടീവ് വന്ന് വാഹനം പരിശോധിച്ചു. ആദ്യമേ വേറൊരു കാര്യം പറയാം. ഈ പറയുന്ന ഈ രാജേഷ് എന്ന് പറഞ്ഞ ഈ വോയിസ് മെസ്സേജ് ഇട്ടിരിക്കുന്ന വ്യക്തി എനിക്ക് ആരാണെന്ന് എനിക്കറിയില്ല, സീരിയസ് ആയിട്ട് പറയാം. കാര്യം എന്ന് വെച്ചാൽ ഈക്കോയുടെ ഓണറിൻ്റെ സൗണ്ട് ഞാൻ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഭയങ്കര വ്യത്യാസമാണ്. കാരണം ആ വോയിസ് റെക്കോർഡ് എല്ലാം എൻ്റെ ഉണ്ട്. ഈക്കോ കസ്റ്റമർ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ് എല്ലാം ഉണ്ട്. ആ പുള്ളിയുടെ സൗണ്ടൊന്നും അല്ല ഇത്. അതുമാത്രമല്ല, ആ പുള്ളി സംസാരിക്കുന്ന ഭാഷയല്ല ഈ പുള്ളി സംസാരിക്കുന്നത്. ഇത് ആരാണ് എൻ്റെ പേരിൽ എൻ്റെ സ്ഥാപനത്തിന് എന്നെ കളങ്കപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഏതാണ്ട് 20 കൊല്ലം ആവാൻ പോകുന്നു വർക്ക്ഷോപ്പ് ഫീൽഡിൽ ഇറങ്ങിയിട്ട്. 10 കൊല്ലമായിട്ട് സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കെതിരെ ഇങ്ങനത്തെ ഒരു അലിഗേഷൻ വരുമ്പോൾ ഞാൻ ചോദിക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പിന്നെ ഒരു പറഞ്ഞു വെച്ചാൽ, വണ്ടി തട്ടിയതിന് ശേഷം ഈ ഇൻഡസിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നമ്പർ വിളിച്ച് എക്സിക്യൂട്ടീവിനെ വിളിച്ചെന്നാണ് പറഞ്ഞത്. ഇത് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു സനന്ദനൻ എന്നൊരു പേര് ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ആ സനന്ദനൻ എന്ന് പറയുന്ന വ്യക്തിയും ഈ ഈക്കോയുടെ കസ്റ്റമറുമായിട്ട് നല്ല ക്ലോസ് ആണ്. ആ ക്ലോസ് എങ്ങനെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ, വർക്ക്ഷോപ്പിൽ പിൻകാലങ്ങളിൽ വണ്ടി കൊണ്ടുവന്നതിന് ശേഷം ഞാൻ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്, സനന്ദനനും ഈ പറയുന്ന രാജേഷുമായിട്ട് നേരത്തെയും ഇതേപോലുള്ള നല്ല സുഹൃത്തുക്കളായിരുന്നു എന്ന് എനിക്ക് സനന്ദൻ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. സനന്ദൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഈ സനന്ദൻ ആരെന്ന് പറഞ്ഞുതരാം. സനന്ദൻ വർക്ക്ഷോപ്പിലെ ഇൻഡസിലെ മെക്കാനിക്കാണ്. ഇപ്പോൾ എനിക്ക് ഇൻഡസിലും ഹുണ്ടായിലും മാരുതിയിലും ഹുണ്ടായിലും പിന്നെ ഷവർലേയിലും ഒക്കെ ചെറിയ മെക്കാനിക്കുമായിട്ടൊക്കെ എനിക്ക് പരിചയമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ്. അത് ഞാൻ ഈ വർക്ക്ഷോപ്പ് അസോസിയേഷനിൽ ഒക്കെ പോയിട്ടുള്ള ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ട് അതിൽ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ നമ്പേഴ്സും ഉണ്ട്. അപ്പോൾ ഇതിലുള്ള പല ആൾക്കാരും ചിലപ്പോഴൊക്കെ ഇപ്പോൾ കമ്പനിയിലായിരിക്കും, അല്ലെങ്കിൽ അവർ കമ്പനിയിൽ ചോദിച്ചിട്ട് ആ നമ്പർ എടുത്ത് തന്ന് അങ്ങനെ ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കാം. പക്ഷേ ഈ സനന്ദൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, പിന്നെ ഞാനിവിടെ വർക്ക്ഷോപ്പ് ഇട്ടതിന് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടിയതാണ്. വളരെ ക്ലോസ്ഡ് ആണ് ഇതുവരെയും. എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ അധികം ക്ലോസ് ആവാൻ കാരണം തന്നെ പുള്ളിയുടെ വണ്ടിയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഈ വണ്ടി പുള്ളിയുടെ കയ്യിലിരുന്ന വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടിയാണ് ഞാൻ സെക്കൻഡ് വിലയ്ക്ക് വാങ്ങിയത്. അതാണ് എനിക്ക് സനന്ദനുമായിട്ടുള്ള ബന്ധം. ഈ പുള്ളിയായിട്ടുള്ള ബന്ധം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പുള്ളി നല്ല ക്ലോസ്ഡ് ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പറയുന്നു ഫോൺ വിളിച്ച് വരുത്തിയതാണ്. ഏകദേശം അദ്ദേഹം തന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 1 ലക്ഷം അല്ലെങ്കിൽ 1.20 1 lakh അല്ലെങ്കിൽ 1.20,000 റുപ്പീസോളം
1,20,000 രൂപയാണ്. പുള്ളി ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. എനിക്ക് ഇംഗ്ലീഷ് വലുതായിട്ട് വരില്ല. 1,50,000 ലക്ഷം രൂപ കമ്പനി പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതായത് ഈ വോയിസ് മെസ്സേജ് ഇട്ടിരിക്കുന്ന ഇതിൻ്റെ ഓണർ എന്ന് പറയുന്ന ആൾ പറയുന്നത്. ഈ വാഹനത്തിന് ചെലവ് എന്ന് പറഞ്ഞു. അപ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആയതുകൊണ്ട് എനിക്ക് ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ തേർഡ് പാർട്ടി ആയതുകൊണ്ട് ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇൻഷുറൻസ് കിട്ടൂല. അപ്പോൾ ഇത് എല്ലാം ചർച്ച ചെയ്യുന്നത് കേട്ടുകൊണ്ടിരുന്നത് അവിടുത്തെ തന്നെ ആ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരൻ സനന്ദൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ സനന്ദൻ എന്നെ വന്ന എക്സിക്യൂട്ടീവ് കേൾക്കാതെ എന്നെ മാറ്റി നിർത്തി. ഇവിടെ ഭയങ്കര പൈസ, അമിത ബില്ലാണ്, എല്ലാം ശരിയാക്കത്തില്ല, റണ്ണിങ് കണ്ടീഷനിൽ തരത്തേ ഉള്ളൂ, നിങ്ങൾ പ്രൈവറ്റ് വർക്ക്ഷോപ്പിൽ കാണിച്ചാൽ ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് താഴെ മാത്രമേ ബില്ല് വരത്തുള്ളൂ എന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശം കിട്ടിയത് കൊണ്ട് അദ്ദേഹം റെക്കമെൻഡേഷൻ ചെയ്ത ആറാലമൂട് സ്വദേശിയായ ഒരു വിഷ്ണു എന്ന് പറയുന്ന ഒരാളിന്റെ വർക്ക്ഷോപ്പിലേക്ക് വാഹനം റിക്കവറി വാൻ ഉപയോഗിച്ച് അതിന് തന്നെ 4,500 രൂപയായി. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ സനന്ദൻ അന്ന് ആദ്യമായിട്ടാണ് അവർ കണ്ടുമുട്ടി പ്രണയത്തിലാവുന്നതെന്നാണ്. അപ്പോൾ അങ്ങനെ കണ്ടുമുട്ടി പ്രണയത്തിലായത് ഞാൻ ഈ വോയിസ് മെസ്സേജ് കേട്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. കാരണം എൻ്റെ അറിവെന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അപ്പോൾ ആ പുള്ളി മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ പുറത്ത് കൊടുത്താൽ ചിലപ്പോൾ ഇതിന് വില കുറച്ച് കിട്ടും എന്ന് പറഞ്ഞിട്ട് ആണ് പുള്ളി കൺവിൻസ് ചെയ്തെടുത്തത്. അത് കഴിഞ്ഞ് ആറാലുമൂട് സ്വദേശിയായിട്ടുള്ള എൻ്റെ അടുത്ത്, ഞാൻ സത്യം പറഞ്ഞാൽ ആറാലുമൂട് സ്വദേശിയല്ല, ഞാൻ ഊരുട്ടുകല സ്വദേശിയാണ്, നെയ്യാറ്റിൻകര ഊരുട്ടുകല സ്വദേശിയാണ്. ഇപ്പം തൽക്കാലത്തേക്ക് വേണ്ടിയിട്ട് ആറാലുമൂട് പോയി താമസം മാറിയിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, വാഹനം മാറ്റുകയുണ്ടായി. ആ വാഹനം 1.5 വർഷം റിക്കവറി വാനിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. റിക്കവറി വാന് അവർ തന്നെ വലിച്ചുകൊണ്ടൊന്ന് ഇട്ടതാണ്. അല്ലാതെ ഞാനതിൽ എൻ്റെ അടുത്ത് സനന്ദന് ഇതുപോലെ ഇങ്ങനത്തെ ഒരു വണ്ടിയുണ്ട്, ഫോട്ടോ അയച്ച് തന്നു. ആ ഫോട്ടോ അയച്ച് തന്നപ്പോഴേക്കും ഈ ഫോട്ടോ കണ്ടില്ലേ, ആ ഫോട്ടോ അയച്ച് തന്നു. ഞാൻ പറഞ്ഞു ആ ഫോട്ടോ കുഴപ്പമില്ല, നമുക്ക് റെഡിയാക്കാം. അതൊക്കെ ഒരു ചലഞ്ചാണല്ലോ, ചലഞ്ച് എന്നുള്ള രീതിയിൽ ഞാൻ ഏറ്റെടുത്തതാണ്. കൊണ്ട് എന്റെ ഇപ്പൊ ടോട്ടൽ എമൗണ്ട് ആദ്യം അയാൾ 1 ലക്ഷം രൂപയ്ക്ക് വാഹനം പണിഞ്ഞിറങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ 1 ലക്ഷം രൂപയ്ക്ക് പണിഞ്ഞ് കൊടുക്കാമെന്ന് യാതൊരുവിധ കണ്ണുപൊട്ടനായാലും അത് മനസ്സിലാവും. 1 ലക്ഷം രൂപയ്ക്ക് എന്തായാലും ഇത്, കാരണം ഫ്രണ്ട് ഇടിച്ച് മൊത്തം അതിൻ്റെ പാഴ്സിന് മാത്രം തന്നെ ആയതുകൊണ്ട് 1 ലക്ഷം രൂപയ്ക്ക് പുറത്തായി, 1 ലക്ഷം രൂപയ്ക്ക് അകത്തായി. അപ്പോൾ പിന്നെ എങ്ങനെയാണ് 1 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഇത് മാറിക്കൊടുക്കുക എന്ന് പറയാം. ഇത് തന്നെ ഏറ്റവും വലിയ മട്ടത്തില്ല. അത് മാത്രമല്ല, ഈ 2-3 മാസത്തിന് മുമ്പ് ഇതിൻ്റെ പാർട്ടി, അതായത് ഈ രാജേഷ് എന്ന് പറയുന്ന വ്യക്തി, ഈ വ്യക്തിയല്ല രാജേഷ് എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിച്ചിട്ട് എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞാണ് ഇനി എത്ര രൂപയുടെ ആവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം 2 രൂപ ആയിട്ടുണ്ട്, 2 രൂപ ആവും, എന്തായാലും 2 രൂപ ആവും. കാരണം പണി കഴിഞ്ഞപ്പോൾ, കാരണം ഒരു 3 മാസത്തിന് മുമ്പത്തെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ അത് ഭയങ്കര കൂടിപ്പോയല്ലോ. അപ്പം ഞാൻ അതിന് പറയുന്നുണ്ട്, പിന്നെ ഇത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണല്ലോ 2-2.5 രൂപയ്ക്കകത്താവും എന്നുള്ള കാര്യം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇപ്പം പറയുന്നുണ്ട് ഞാൻ 1 ലക്ഷം രൂപയ്ക്കാണ് സമ്മതിച്ചത്. എന്നാൽ പിന്നെ അവർക്ക് ആ 3 മാസത്തിൽ ഞാൻ കോൾ വിളിച്ച സമയത്ത് ആ കോൾ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. സമയത്ത് അവർക്ക് എൻ്റെ അടുത്ത് ചോദിച്ചുകൂടായിരുന്നു, എൻ്റെ അടുത്ത് തർക്കിച്ചുകൂടായിരുന്നു. അതൊന്നും ചെയ്തില്ല. എൻ്റെ ആ കോൾ റെക്കോർഡ് എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ആ 1 ലക്ഷം രൂപയ്ക്ക് അന്ന് തന്നെ ഞാൻ 60,000 രൂപ അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തു. ഇത് തെറ്റാണ്. അന്ന് തന്നെ, അതായത് വണ്ടി വന്നിട്ട് പുള്ളി പറഞ്ഞു വെച്ചാൽ 1 ലക്ഷം രൂപ ഞാൻ എസ്റ്റിമേഷൻ പറഞ്ഞതിൻ്റെ അന്ന് തന്നെ 60,000 രൂപ എസ്റ്റിമേഷൻ കൊടുത്തെന്നാണ് പറഞ്ഞത്. ഏതാണ്ട് 60,000 രൂപ എനിക്ക് കിട്ടി. അത് കിട്ടിയത് കാര്യമുള്ളതാണ്. അത് അന്ന് തന്നെ കിട്ടിയതല്ല, അപ്പോഴപ്പോഴായിട്ട് കെടുക്കളായിട്ട് 10,000 രൂപ, 15,000 രൂപ, അങ്ങനെ 25,000 രൂപ, വീണ്ടും ഒരു 10,000 രൂപ, വീണ്ടും ഒരു 15,000 രൂപ. ഈ ആദ്യത്തെ ഒരു 25 രൂപ മാത്രമേ കയ്യിൽ തന്നിട്ടുള്ളൂ. അതായത് വണ്ടി കൊണ്ടുവന്ന് 4-5 ദിവസത്തിനകത്ത്. ബാക്കിയുള്ള എമൗണ്ടൊക്കെ അവർ എനിക്ക് GPay വഴിയാണ് തന്നത്. ഇടയ്ക്ക് പറയുന്നുണ്ട് GPay തന്നതുകൊണ്ട് അവർ രക്ഷപ്പെട്ടത്. സത്യത്തിൻ്റെ GPay തന്നതുകൊണ്ട് ഞാനാണ് രക്ഷപ്പെട്ടത്. 60,000 രൂപ അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കുക. അന്ന് 1.5 വർഷത്തിന് മുമ്പ് അയാൾ 60,000 എനിക്ക് അഡ്വാൻസ് തന്നാ പറയാം. അപ്പോൾ അതിൻ്റെ കഥ ഞാൻ പറഞ്ഞു. 6 മാസം കൊണ്ട് എൻ്റെ വർക്ക്ഷോപ്പ് ആ കയറ്റിയ സമയം മുതൽ 60,000 കൈപ്പറ്റിയല്ലാതെ ഒരു പൈസക്ക് പോലും അയാൾ പണി ചെയ്ത് ഇട്ടു. ഞാൻ 60,000 വാങ്ങിയിട്ട് ഒരു പൈസക്ക് പോലും പണി ചെയ്യാതെ ഇട്ടെന്നാണ് പറഞ്ഞത് പുള്ളി. അതായത് 60,000 രൂപ ഞാൻ ഫുള്ള് ഇത് കെടുക്കളായിട്ട്, അതായത് ജൂൺ മാസത്തിൽ ഒരു 10,000 രൂപ,
പിന്നെ ഒരു 15,000 രൂപ, പിന്നെ ഒരു 10,000 രൂപ ഗൂഗിൾ പേയിലും, അങ്ങനെ ഒരു 50 രൂപ. പിന്നെ അത് കഴിഞ്ഞിട്ട് ജൂലൈ 30-ാം തീയതി ഒരു 10,000 രൂപ. അങ്ങനെയാണ് ഗൂഗിൾ പേയിൽ കിടപ്പുണ്ട്. അതിൻ്റെ തെളിവ് അതിലുണ്ട്. അതിൽ മൊത്തം 60,000 രൂപ. അതായത് ജൂൺ ജൂലൈ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഈ പുള്ളി എനിക്ക് ഇങ്ങനത്തെ എമൗണ്ട് ഇങ്ങനെ കെടുക്കലായി. അപ്പോൾ ഈ കെടുക്കലായിട്ട് തന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ 5 മാസം അല്ലെങ്കിൽ 6 മാസം ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് ഇട്ടാണ് കൊടുത്തത്. കാര്യം വെച്ചാൽ ഇതിൻ്റെ സാധനങ്ങൾ ഒപ്പിച്ചെടുക്കാൻ ചിലപ്പോൾ പാട് വരും എന്ന് പറഞ്ഞിട്ട് അത്രയും ഡേറ്റ് ഇട്ടും അത്രയും. അപ്പം നമുക്ക് സമയമുള്ളപ്പോൾ ചെയ്താൽ, അതായത് നമുക്ക് വർക്ക്ഷോപ്പിൽ ആൾറെഡി റെഗുലർ പണി നടക്കും. അത് പണി എന്താ പറയുക, പണി കുറയുന്ന സമയത്ത് ഇതിനെ നമ്മൾ പണി ചെയ്യും. അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലായിരുന്നു ആദ്യം 5-6 മാസം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പുള്ളി എനിക്ക് എന്താ പറയുക, ഈ പറഞ്ഞില്ലേ ഇതുപോലെ ആദ്യം 10,000 രൂപ തന്നു, പിന്നെ 2 ദിവസം കഴിഞ്ഞ് 15,000 രൂപ തന്നു. അപ്പോഴേക്കും എനിക്കൊരു ഇൻട്രസ്റ്റ് ആയി. കാര്യം എന്ന് വെച്ചാൽ പുള്ളി പൈസ തരുമല്ലോ. അപ്പോൾ പൈസ തരുമ്പോഴത്തേക്ക് നമുക്ക് ഈ 2 ലക്ഷം രൂപ അടുപ്പിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടി പെട്ടെന്ന് ഇറക്കി കൊടുക്കാൻ പറ്റും. കാരണം പുള്ളിക്ക് അത്രയും വണ്ടിയിലൂടെ അത്രയും അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ അതങ്ങനെയാണ് തന്നത്. പിന്നെ ഈ 60,000 രൂപ തന്നതിന് ശേഷം പിന്നെ ഒരു പുള്ളി ഒരൊറ്റ മുങ്ങി 9 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത് എനിക്ക് പൈസ തരണം. അതായത് ആ 9 മാസത്തിനിടയ്ക്ക് എനിക്ക് ചിലവായത് അന്ന് വരെയുള്ള ആ 9 മാസത്തിൽ അന്ന് വരെയുള്ള ടോട്ടൽ എമൗണ്ട്, ആ സമയത്തുള്ള ടോട്ടൽ എമൗണ്ട് 1,28,650 രൂപയാണ്. അതായത് പുള്ളി തന്നത് 60,000 രൂപ. എൻ്റെ കയ്യിൽ നിന്നും കൂടെ ബാക്കി പൈസ ഏതാണ്ട് 70,000 രൂപയ്ക്ക് അടുപ്പിച്ച് എൻ്റെ കയ്യിൽ നിന്നും കൂടെ ഇറങ്ങി. അതായത് ഞാൻ വിചാരിച്ചത് ഈ പുള്ളി പൈസ തരും, അതനുസരിച്ച് നമുക്ക് ഇറങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പണി ചെയ്യുമ്പോൾ ഉള്ള കാശ് കൊടുക്കണം, പിന്നെ സാധനം വാങ്ങേണ്ട കാശ് കൊടുക്കണം, സ്പെയർ പാർട്സ് വാങ്ങേണ്ട കാശ് കൊടുക്കണം. അപ്പോൾ ഇതൊന്നും ഇവരെ പറയുമ്പോൾ അവരുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് നാളെ തരാം മറ്റന്നാൾ തരാമെന്ന്. അപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് ആ കാശ് കൊടുത്താലേ അടുത്ത് വേറെ സാധനം വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും എനിക്കും ഞാൻ അവർ കൊടുക്കാൻ നിർബന്ധം. അത് ഞാൻ എൻ്റെ ഓടി അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ ആ പൈസ, അതായത് കൂടിയ പലിശയ്ക്കാണ് ഞാൻ എടുത്ത് അത് ആ 9 മാസം വരെ ഞാൻ ഇട്ടിരുന്നത്. എന്നിട്ട് ഞാൻ 9 മാസത്തിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഒമിനി ഉണ്ടായിരുന്നു. ആ ഒമിനിയും കൊണ്ട് അവർ വരുമായിരുന്നു, വന്ന് വർക്ക്ഷോപ്പിൽ നോക്കുമായിരുന്നു. ഒമിനി അവർക്ക് എനിക്ക് തോന്നുന്നു ഈ മേശം പണിക്കാരാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവർ വരും, എന്തെങ്കിലും പണിയും കൊണ്ടുവരും. ചിലപ്പോൾ ഞാൻ 6:30-ക്ക് നിർത്തേണ്ട ഞാൻ ചിലപ്പോൾ 8-9 മണി വരെ ആവി നിന്നിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ അവസ്ഥ എനിക്ക് മനസ്സിലായതുകൊണ്ടാണ്. വീണ്ടും അയാൾ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ദിവസം വർക്ക്ഷോപ്പിൽ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു ഇത്രയും എമൗണ്ട് നിൽക്കില്ല, അത് 1,30 ആവും. അങ്ങനെ വീണ്ടും ഞാൻ പൈസ കൊടുത്തു. അങ്ങനെ 1 ലക്ഷം രൂപ അയാളുടെ അക്കൗണ്ടിലായി. അപ്പോൾ അതെനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അതായത് ഏപ്രിൽ ജൂലൈ കഴിഞ്ഞ് മെയ് ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ അതൊന്നും തന്നില്ല. പിന്നീട് ആ 9 മാസം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 9 മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത് കാശ് എനിക്ക് ഏപ്രിൽ 18-ാം തീയതി എനിക്ക് കാശ് 10,000 രൂപ തരണത്. പിന്നെ ഒരു 3-ാം തീയതി ഒരു 10,000 രൂപ വീണ്ടും തരണത്. ഓക്കെ. പിന്നെ അടുത്ത് ഒരു 29 മെയ്യിലാണ് വീണ്ടും ഒരു 10,000 രൂപ തന്നത്. അങ്ങനെ ആ സമയത്ത് എനിക്ക് തന്നത് മൊത്തം ടോട്ടൽ എമൗണ്ട് 90,000 രൂപയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞ് 1 ലക്ഷം രൂപ തന്നത്. ഇതൊക്കെ മൊത്തം തെറ്റാണ്. അങ്ങനെ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. അതിനുള്ള തെളിവുകൾ ഗൂഗിൾ പേയിൽ തന്നെ ഉണ്ട്. അത് എടുക്കുമ്പം തന്നെ ചേട്ടൻ നോക്കിയാൽ അത് നന്നായിരിക്കും. ഓക്കെ. എന്നിട്ട് പറഞ്ഞതാണ്, ഈ പൈസ തന്നിട്ട് പറഞ്ഞതാണ് എനിക്ക് പിന്നെ എത്രയും വേഗം എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി തന്ന് എനിക്ക് ഇതിൻ്റെ ഇൻഷുറൻസ് എടുത്താൽ ഇൻഷുറൻസ് ഇന്ന് 2 ലക്ഷം രൂപ അവർക്ക് അത് വെച്ച് ലോണ് കിട്ടും. അപ്പോൾ അത് വെച്ചാൽ ബാക്കി പൈസ നമുക്ക് സെറ്റ് ചെയ്ത് എത്രയും വേഗം നമുക്ക് വണ്ടി ഇറക്കാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഈ തന്ന എമൗണ്ട് എടുത്ത് വീണ്ടും സാധനങ്ങളും പൈസയുമായിട്ട് വീണ്ടും മേടിച്ചു. കാരണം വെച്ചാൽ എൻ്റെ പൈസയും പെട്ട് കിടക്കുവാണ്. കാരണം ആ പൈസയെങ്കിലും എനിക്ക് എടുക്കണ്ടേ. അപ്പോൾ എൻ്റെ ഈ വണ്ടി ഇറങ്ങിയാലേ എനിക്ക് കിട്ടും. കാരണം ഇൻഷുറൻസ് എടുത്താലേ പുള്ളിക്ക് പൈസ കിട്ടുമെന്ന് പറയും. ശരി, ആ ഇൻഷുറൻസ് എടുക്കേണ്ട രീതിയിൽ ഒരുവിധം, അതായത് ഗ്ലാസ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഗ്ലാസ് ഒട്ടിക്കാൻ പറ്റില്ല, ഒട്ടിക്കാനുള്ള
ഇതായിട്ടില്ല. ഗ്ലാസിൻ്റെ അലൈൻമെൻറ്റ് കുറച്ചുകൂടി അന്ന് ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞത് അപ്പോൾ അവർ തന്നെ പറഞ്ഞു വെറുതെ എടുത്ത് വെച്ചാൽ മതി, ഞാൻ ഇൻഷുറൻസ് കമ്പനിക്കാരോട് പറഞ്ഞോളാം, അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുത്താൽ മതി, അവർക്ക് മീറ്റർ ബോർഡ് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ബാക്കിയും കൂടെ അത് ഇൻഷുറൻസ് എടുക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്ത് കൊടുത്തത്. അതിൻ്റെ ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല, ഫോട്ടോ. ആ സമയത്ത് 30,000 ബാലൻസ് കൊടുക്കാനുള്ളൂ. അപ്പൊ അയാൾ എന്തൊക്കെയോ ചെറിയ പണികളൊക്കെ ചെയ്ത് വണ്ടി ഒന്ന് റണ്ണിങ് കണ്ടീഷനിലാക്കി. അതായത് വണ്ടി വീലൊക്കെ ഉരുളുന്ന ലെവലിലാക്കിയിട്ടു. വേറെ ഒന്നും ചെയ്തില്ല. പെയിന്റോ പേച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. എഞ്ചിൻ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളോ ലൈറ്റ്സോ ഒന്നും മാറിയിട്ടില്ല. എന്നാൽ 2 മാസത്തിനകം വണ്ടി തരാന്ന് പറഞ്ഞ വ്യക്തി 8-ാം മാസം ഞാൻ ചെന്നപ്പോഴും അതേ കണ്ടീഷനിൽ കിടക്കുകയാണ്. അപ്പോൾ ചേട്ടാ അത് എങ്ങനെ ചെയ്യും? ഞാൻ അതാണ് പറഞ്ഞത്. നിങ്ങൾ 8-ാം മാസം നിങ്ങൾ വന്നപ്പോൾ അതേപോലെയാണ് കിടക്കുന്നത്. ഞാൻ അതിനു മുമ്പേ പറഞ്ഞതാണ്. അതിൻ്റെ പൈസ എനിക്ക് കിട്ടിയിട്ടില്ല. അതായത് നമുക്ക് നിങ്ങളൊരു 10,000 ഒരു 50,000 രൂപ തന്നു, അല്ലെങ്കിൽ ഒരു 10,000 രൂപ തന്നു. ഞാൻ പോയി സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ 20,000 രൂപയാവും എന്ന് വെച്ച് ഉദാഹരണം പറയാം. വീണ്ടും 10,000 രൂപ എനിക്ക് കടമാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതല്ലാണ്ട് ഞാൻ ചെയ്യാത്ത പണിയല്ല അത്. ഇപ്പോഴും വീണ്ടും ആവശ്യപ്പെട്ടു, വണ്ടിക്ക് ഇനിയും ക്യാഷ് വേണ്ടി വരും. 1,60,000-നും 65,നും മധ്യേ ക്യാഷ് ആകും എന്ന്. അത് ഞാൻ അങ്ങനത്തെ ഒരു കാര്യമേ പറഞ്ഞില്ല. 1,60,000 65,000 രൂപയുടെ കാര്യം വെക്കുന്നത്. ഇതൊക്കെ ആ പുള്ളിയുടെ അടുത്ത് വെറുതെ പറയാം. ആ പുള്ളിയുടെ അടുത്ത് 2 ലക്ഷം രൂപ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞില്ല. എൻ്റെ വോയിസ് റെക്കോർഡ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം ആവശ്യപ്പെട്ട അനുസരിച്ച് വീണ്ടും ഞാൻ 60,000 രൂപ കൊടുത്തു. 2 പ്രാവശ്യം 2-3 പ്രാവശ്യം എന്റെ ഗൂഗിൾ പേ വഴി ചെയ്തുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ അവരെന്നെ വീണ്ടും തേക്കും. എന്റെ പൊന്നേട്ടാ ഞാനും രക്ഷപ്പെട്ടു. ഇപ്പൊ ഒരു ഫൈനൽ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് 1.5 വർഷത്തിന് ശേഷം 2,20,000 രൂപ. 1.5 വർഷത്തിന് ശേഷം എന്നാണ് പുള്ളി പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ 9 മാസം കിടന്ന കിടപ്പ്. എൻ്റെ വർക്ക്ഷോപ്പിൽ വേറെ വണ്ടി ഇടാനും പറ്റില്ല. പല വണ്ടികളും പുറത്തിടേണ്ടി വരുന്നുണ്ട്. കാരണം ഒരു വണ്ടി ഇടേണ്ട സ്ഥലമാണ് ഈ വണ്ടി കാരണം കുറഞ്ഞത്. മനസ്സിലായില്ലേ? ഒരു വണ്ടി ആ വണ്ടി എടുത്ത് പുറത്തിടാനും പറ്റില്ല, അകത്തിടാനും പറ്റില്ല. പുറത്തിടാൻ വേണ്ടിയിട്ട് പുറത്തിടാനുള്ള പണി, വീല് ഉരുളുന്ന കണ്ടീഷനായില്ല. പിന്നെ അകത്തിടാന്ന് വെച്ചാൽ അകത്ത് വേറെ വണ്ടി കയറ്റാനും പറ്റില്ല അകത്തിട്ട. അപ്പോൾ അങ്ങനത്തെ ഒരു കുടുക്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ പെട്ടുപോയി. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു വണ്ടി കാരണമാണ് ഞാൻ ഈ വണ്ടി എടുത്ത് 1.5 വർഷം. ഈ 1.5 വർഷം കൊണ്ട് ഒരു 6-7 മാസം കൊണ്ടാണ് എനിക്ക് ആവശ്യമില്ലാത്ത ടെൻഷനും ആവശ്യമില്ലാത്ത അതുവരെ ഞാൻ വേറെ എനിക്ക് വർക്ക്ഷോപ്പുമായിട്ട് വർക്ക്ഷോപ്പിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് നടന്നു പോകുന്നുണ്ട്. വർക്ക്ഷോപ്പിലെ ജീവനക്കാർ എന്നെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർ വളരെ ആത്മാർത്ഥമായിട്ടാണ് എൻ്റെ കൂടെ നിന്നിട്ടുള്ളത്. അപ്പോൾ അതും എൻ്റെ കസ്റ്റമർ അതുപോലെ തന്നെയാണ് നിന്നിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം ഈ ഒരു 6 മാസം കൊണ്ട് ഞാൻ കുറച്ച് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആവശ്യമില്ലാത്ത ടെൻഷൻ. ഇനിയിപ്പം ഈ എമൗണ്ടൊക്കെ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഓർത്തിട്ടുള്ള ടെൻഷൻ കാരണം ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാൻ പോലും പല രാത്രികളിലും പറ്റാറില്ല സത്യം പറഞ്ഞാൽ. അപ്പം ഈ ഒരൊറ്റ വണ്ടി കാരണമാണ് എൻ്റെ ജീവിതം സത്യം പറഞ്ഞാൽ ഇല്ലാണ്ടായത്. ഇനി ഞാനത് തിരിച്ചു പിടിക്കാനേ വഴിയുള്ളൂ. അടച്ചാൽ മാത്രമേ വാഹനം ഇറക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇതെല്ലാം മാരുതി ഇൻഡസ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ലെവലിൽ നിൽക്കുന്ന മാരുതി സുസുക്കി എന്ന് പറയുന്ന വലിയ കമ്പനിയുടെ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരനായ സനന്തു എന്ന് പറയുന്ന വ്യക്തി ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ പാവപ്പെട്ട ഞാൻ ഇതിലെല്ലാം പോയി കുഴി ചാടിപ്പോയത്. പാവപ്പെട്ട ഞാനെന്ന് പറയരുത്, പാവപ്പെട്ട രാജേഷ്, അതായിരിക്കും ശരി. ഞാനിന്ന് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് കേരള പോലീസിന്റെ നെയ്യാറ്റിങ്കര DYSP ഓഫീസിൽ നെയ്യാറ്റിങ്കര സബ് ഇൻസ്പെക്ടർ മിസ്റ്റർ പ്രവീൺ സാറിന് ഞാൻ എനിക്ക് അറിയാവുന്ന ഭാഷയിൽ ഒരു കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഈ സൗണ്ട് കേട്ടിട്ട് എനിക്ക് തോന്നുന്നതാണ് ഇത് ഏതൊരു എന്താ പറയുക, ഏതെങ്കിലും മറ്റേ എന്താ പത്രക്കാരനോ അല്ലെങ്കിൽ മറ്റേ ഞാൻ ഇതൊക്കെ എങ്ങനെ കാണുന്നത് നമ്മളെ TV-യിലൊക്കെ ചർച്ചയ്ക്ക് ഇരിക്കില്ല, അതേപോലത്തെ സംസാരമൊക്കെ സംസാരിക്കുന്നത്. എന്തായാലും എനിക്കറിയാമെന്നുള്ള രാജേഷിന് ഇങ്ങനെ സംസാരിക്കാനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാനിതുവരെയും കേട്ടില്ല. ഞാൻ കുറേ നാൾ സംസാരിച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത് എൻ്റെ കയ്യിൽ അതിൻ്റെ വോയിസ് റെക്കോർഡുണ്ട്. പുള്ളി എൻ്റെ അടുത്ത് ഇതേപോലെ അച്ചടി ഭാഷയിലൊന്നും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല ഇതുവരെ. എനിക്കും അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. ആ പ്രൈവറ്റ് വർക്ക്ഷോപ്പിന്റെ ആൾക്കാർ ജീവനക്കാരും കൊണ്ടുവന്ന ഒരു ലിസ്റ്റ് ഉണ്ട് കയ്യിൽ. അപ്പോൾ വർക്ക്ഷോപ്പിന്റെ ജീവനക്കാരും വന്നിരുന്നു. ഇന്നിനി ഞങ്ങളും പോയിരുന്നു, ഞാനും എൻ്റെ ഒരു സുഹൃത്തും ആയിട്ട് അവിടെ പോയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ വണ്ടിയുടെ സ്പെയർ പാർട്സും
1.5 വർഷങ്ങൾക്ക് മുമ്പ് കൈപ്പറ്റിയ 1,60,000 രൂപയുടെ GST ബില്ല് ഹാജരാക്കിയിട്ട് അവർക്ക് എത്രയും പെട്ടെന്ന് വണ്ടി നന്നാക്കി കൊടുക്കാൻ ഏർപ്പാട് ചെയ്യൂ. അപ്പൊ അവര് പറഞ്ഞത് എല്ലാം ഇട്ടേക്കുന്ന സെക്കൻഡ് ഹാൻഡ് സാധനം. ഇപ്പം CA സാറ് ഉണ്ടായിരുന്നു ആ ഞാൻ പോയ സമയത്ത്. ഞാൻ തന്നെയാണ് ആദ്യം പരാതി എന്ന പേരിൽ അങ്ങ് കൊണ്ടു കൊടുത്തത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു വിളിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും മറ്റാൾ വിളിക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ കൂടെ വന്ന പയ്യൻ തന്നെ പറഞ്ഞാൽ അവർ പുറത്ത് ഇപ്പോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തിയാണ് CA സാറ് വളരെ മാന്യമായിട്ട് സംസാരിച്ചത്. അപ്പം സാറ് എന്തായാലും 1.5 വർഷത്തിന് മുമ്പ് നിങ്ങൾ കൈപ്പറ്റിയ 1.5 ലക്ഷം രൂപ നിങ്ങൾ സെക്കൻഡ് സാധനം ഇട്ടുകൊണ്ട് തിരിച്ചു കൊടുക്കണമെന്നൊന്നും സാറ് പറഞ്ഞിട്ടില്ല. സാറ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സെക്കൻഡ് സാധനങ്ങൾ പുതിയ സാധനങ്ങൾ കണ്ടാൽ തിരിച്ചറിയാമല്ലോ. ആ കണ്ടാൽ തിരിച്ചറിയാമെങ്കിൽ ആ പൈസ കൊടുക്കുക. സെക്കൻഡ് സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ സെക്കൻഡ് സാധനത്തിൽ കണ്ട ഞാൻ ബില്ലിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളൂ, ഓൾഡ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് സാധനങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പുതിയ പാർട്സിൻ്റെ ബില്ല്. ഇതൊക്കെ എന്താ കടയിൽ നിന്ന് മേടിച്ച സാധനങ്ങളുടെ ലിസ്റ്റാണ്. ഉണ്ടല്ലേ, ഇതൊക്കെ പുതിയ സാധനങ്ങളാണ്. ഓക്കെ, അപ്പം അങ്ങനെയൊന്നും CA സാറ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ CA സാറ് പറഞ്ഞിട്ട് ഇനിയിപ്പം പറഞ്ഞതായിരിക്കാം. എന്തായാലും ഞാൻ കേട്ടില്ല, ഞാനും ഉണ്ടായിരുന്നു, എൻ്റെ കൂടെയും ആളുണ്ടായിരുന്നു, അവരും കേട്ടിട്ടില്ല. എനിക്ക് കേട്ടത് ചിലപ്പോൾ തെറ്റിപ്പോയതോ എന്ന് കരുതിയിട്ടേ ഞാൻ ചോദിച്ചു നോക്കി. അപ്പം അതൊന്നുമില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നിനും GST ഇല്ല. അപ്പോൾ ബഹുമാനപ്പെട്ട കേരളം പോയിട്ട് കംപ്ലീറ്റ് എക്യുപ്മെന്റ്സ് എല്ലാ സ്പെയർ പാർട്സുകളും പരിശോധിക്കുക. എന്നിട്ട് അതിന്റെ സെക്കൻഡ് ഹാൻഡ് വില എത്രയാണോ അതിന്റെ എമൗണ്ട് ഇടുക. ബാലൻസ് ക്യാഷ് എനിക്ക് തിരിച്ച് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യണം. ആവശ്യമാണെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ സേവനം ആവശ്യമാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് എനിക്ക് നമ്പർ തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നെയ്യാറ്റിൻകര DYSP അദ്ദേഹം. അതായത് ഇത് പറഞ്ഞത് വേറെ ഒന്നുമല്ല, CA സാറ് പറഞ്ഞെന്ന് നിങ്ങൾ ഇട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം സെക്കൻഡ് ഹാൻഡ് സാധനമല്ലേ. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് സാധനത്തിന് പുതിയ ബില്ല് പറ്റില്ല. അതുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് സാധനം തിങ്കളാഴ്ച വന്നിട്ട് സെക്കൻഡ് ഹാൻഡ് സാധനത്തിൻ്റെ റേറ്റ് ഇട്ടാൽ മതിയെന്നാണ് CA സാറ് പറഞ്ഞെന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ കേട്ടിട്ടില്ല, അങ്ങനത്തെ ഒരു കാര്യമേ സാറ് പറഞ്ഞിട്ട്. സാറ് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പുതിയതും പഴയതുമായിട്ടുള്ള സാധനം കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കാശ് തരംതിരിച്ചിട്ടിരുന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. CA സാറിൻ്റെ നമ്പരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ വാങ്ങിയിട്ടില്ല. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് അന്ന് ഈ 2,21,000 ഫൈനൽ ബില്ല് കൊടുത്തപ്പോൾ, വണ്ടി ഡെലിവറി സമയത്ത് ഫൈനൽ ബില്ല് കൊടുത്തപ്പോൾ അപ്പം പുള്ളി പറഞ്ഞു ഇനി 5 പൈസ തരില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു 5 പൈസ തരില്ലെങ്കിൽ പിന്നെ വണ്ടി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയതാണ് പുള്ളിക്ക് MG ശ്രീകുമാറുമായിട്ട് ബന്ധമുണ്ട്, പിന്നെ എന്തോ ഇനി നിങ്ങളെ വിളിക്കുന്നത് വേറെ ആൾക്കാരായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി പോയത്. അപ്പം പിടിപാടുണ്ടായിരിക്കണം. വളരെ നല്ല രീതിയിൽ നടക്കുന്ന മാരുതി പോലുള്ള ഒരു കമ്പനിയിൽ ഈ സനന്തു എന്ന് പറയുന്ന ഇങ്ങനെയൊക്കെ